കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് തന്നിരിക്കുന്ന വിഷയം ശരീരമാകുന്ന മൺപാത്രങ്ങൾ. അതിന് ആധാരമായി തന്നിരിക്കുന്ന ലേഖന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. അതിൽ 20-21 വാക്യങ്ങളിൽ, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്ന് എഴുതിയിരിക്കുന്നതായി നാം കാണുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം തന്റെ സ്വരൂപത്തിലാണ് മെനഞ്ഞിരിക്കുന്നത്, അതും മണ്ണുകൊണ്ട്. കുശവനാകുന്ന ദൈവത്തിന്റെ കയ്യിലെ മൺപാത്രങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറണം. ദൈവം വസിക്കുന്ന പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. അതിനാൽ നമ്മുടെ ശരീരമാകുന്ന പാത്രത്തിൽ സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം, ഇന്ദ്രിയജയം, ദീർഘക്ഷമ മുതലായ ദൈവിക ഗുണങ്ങൾ നിറച്ച് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരാൻ ഈ നോമ്പുകാലം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.